പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ മനസ്സിനെ വലിയ ഒരു വേദന ഉളവാക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായിട്ടുള്ളത്. ബന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക്, ഒരു ദളിത് സ്ത്രീക്ക് ഇത്രയേറെ മനോവിഷമം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പോലീസിനെതിരെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിലോ പട്ടികജാതി അട്രോസിറ്റി വകുപ്പ് പ്രകാരം കേസ് കൊടുക്കില്ല എന്നുള്ള ഉറപ്പും, പോലീസുകാർക്കെതിരെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ DGPക്കോ പരാതി നൽകില്ല എന്നുള്ള ഉറപ്പാണ് പോലീസുകാർക്ക് ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ പ്രേരണയായത്. പോലീസിലുള്ള ചില വൃത്തികെട്ട നാറികൾ ഈ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഭരിക്കുന്ന സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പറയുന്ന ഈ സർക്കാരിന് പോലും ഇക്കാര്യത്തിൽ ഈ സ്ത്രീക്കൊപ്പം നിൽക്കാൻ കഴിയാത്തത്? കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ സ്ത്രീക്ക് കുടിവെള്ളം ചോദിച്ചപ്പോൾ ശൗചാലയത്തിലെ വെള്ളം കുടിക്കാൻ പറയുന്ന നികൃഷ്ടമായ മനസ്സിനുടമയായ പോലീസുകാരന് ഒരു ദിവസം പോലും ഈ സേനയിലിരിക്കുവാനുള്ള അവകാശമില്ല. ആ പോലീസ് സ്റ്റേഷനിലുള്ള മുഴുവൻ പോലീസുകാർക്കെതിരെയും മാതൃകാപരമായ നടപടിയെടുക്കണം. സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് പൊതുജനങ്ങളുടെ ആവശ്യകത കൂടിയാണ്. നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാർ പോലീസ് സ്റ്റേഷനിൽ എന്ത് വിശ്വസിച്ച് പോകും? ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ ജോലി ചെയ്യുന്ന വീടുകളിൽ നിന്നോ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, പണമോ സ്വർണമോ നഷ്ടപ്പെട്ടാൽ, അത് അവിടെയുള്ള ജീവനക്കാരി, ആ ജോലിക്കാരി അല്ലെങ്കിൽ ആ ജോലിക്കാരാണ് എടുക്കുന്നത് എന്ന് സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ മുതലാളിമാരുടെയോ ഒരു സങ്കല്പമുണ്ടല്ലോ, അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. പരിഷ്കൃതമായ ഒരു സമൂഹത്തിന് യോജിച്ചതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമുക്ക് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാവണം. അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിനെതിരെ എന്തെങ്കിലും ഒരു നിയമലംഘനം ഉണ്ടായാൽ നമുക്ക് കയറി ചെല്ലേണ്ടുന്ന ഇടം പോലീസ് സ്റ്റേഷനാണ്. ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകൾക്കെതിരെ, ദളിത് സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വൃത്തികെട്ട പോലീസുകാരൻ തെമ്മാടിത്തരം കാണിച്ചാൽ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല.